ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, ഈ ദിവസത്തിലും കർത്താവ് നമുക്ക് നൽകുന്ന വചനം മനുഷ്യപുത്രൻ്റെ നാളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. മനുഷ്യപുത്രൻ്റെ നാളിൽ ചിലത് സംഭവിക്കും. അതിനു മുന്നേ ദൈവത്തിന് പ്രസാദമായുള്ളത് ചെയ്ത് യഥാർത്ഥമായി ദൈവഭക്തിയോടും ഭയത്തോടും ജീവിക്കുന്നവരെ കർത്താവ് സംരക്ഷിക്കും. എന്നാൽ അങ്ങനെയുള്ളവർ വിടേണ്ടത് വിടണം, പ്രവേശിക്കേണ്ടതിലേക്ക് പ്രവേശിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ മനുഷ്യപുത്രൻ്റെ നാളിൽ അതിനുശേഷം വരുവാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് നമുക്ക് തെറ്റി ഒഴിയുവാൻ കഴിയത്തുള്ളൂ. വായിക്കാം ഒരു വേദഭാഗം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 30-ാം വചനം. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ ഔവണ്ണം തന്നെയാകും. അപ്പോൾ ഒരു കാര്യം സത്യമാ, മനുഷ്യപുത്രൻ വെളിപ്പെടും. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കില്ല എന്ന് എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ ഞാൻ വായിക്കുന്നത് പോലെ തന്നെ എത്രയും വേഗം മനുഷ്യപുത്രൻ വെളിപ്പെടും, യാതൊരു സംശയവും ഇല്ല. Luke chapter 17 verse 30, it will be just like this on the day the Son of Man is revealed. യേശു വെളിപ്പെടും, യേശു വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിന് തൊട്ട് മുന്നുള്ള വചനത്തിൽ അവണ്ണം തന്നെയാകും എന്താണാകുന്നത് 28-ാം വചനം മുതൽ വായിക്കുന്നു. ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സ്വതവും വിട്ട നാളിൽ ആകാശത്തു നിന്ന് തീയും ഗന്ധവും പെയ്ത് എല്ലാവരും മുടിച്ചു കളഞ്ഞു. ഈ ഒരു നാള് എത്രയും വേഗം ഇതേ ഒരു അനുഭവം നാം വസിക്കുന്ന ഈ ഭൂമിയിലും ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവിടുന്ന് വ്യക്തമായി വായിക്കുന്നു, ലോത്ത് സോദോം വിട്ട നാളെ. ലോത്ത് സോദോം വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒട്ടും താമസിക്കാതെ ദൈവത്തിൻ്റെ ന്യായവിധി അവിടെ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, യേശു കർത്താവ് വരുന്ന ഈ ഭൂമിയെ ന്യായം വിധിപ്പാൻ വരുന്നു, അല്ലേ? യേശു കർത്താവ് നീതിയുള്ള ന്യായാധിപതിയായി എഴുന്നേൽക്കുവാൻ പോകുന്നു. എന്നാൽ അതിന് തൊട്ട് മുന്നേ യേശു കർത്താവ് ആഗ്രഹിക്കുന്നു, പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു, ലോത്തിനെ പോലെ ഒരു ചിലർ ഇതിൻ്റെ നടുവിലുണ്ട്. അവർ ആ സ്വതവും വിടണം. ഹല്ലേലൂയ. അന്ന് ദൂതന്മാരെ ലോത്തിൻ്റെ ഭവനത്തിലേക്ക് അയച്ചതുപോലെ ഇന്ന് ഒത്തിരി ദൈവദാസന്മാരെ, പ്രവാചകന്മാരെ, അപ്പോസ്തലന്മാരെ, സുവിശേഷകന്മാരെ, ഇടയന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു കൊണ്ടിരിക്കുന്നു. നാം സോഷ്യൽ മീഡിയയിൽ നമ്മുടെ കൈകളിലിരിക്കുന്ന മൊബൈൽ ഓപ്പൺ ചെയ്താൽ സോഷ്യൽ മീഡിയയിലൂടെ എത്രയോ മെസ്സേജസ്, ടെസ്റ്റിമണീസ് നാം കേട്ടുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തെക്കുറിച്ചോ നരകത്തെക്കുറിച്ചോ വചനങ്ങൾ, അതുപോലെ സാക്ഷ്യങ്ങൾ നാം കേൾക്കുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയാ? ഒരു ന്യായവിധി ഉണ്ട്. അതിന് മുന്നായി നാം ചിലത് വിട്ട് മാറണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ലോത്ത് സോദോം വിട്ട നാളിൽ അന്ന് തന്നെ ആ സ്പോട്ടിൽ അവിടെ ന്യായവിധി ഉണ്ടായി. ഹല്ലേലൂയ. അവിടുത്തെ ജനം എങ്ങനെയായിരുന്നു? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ലൂക്ക് ചാപ്റ്റർ 17 verse 28. Amen. It was the same in the days of the Lord. People were eating and drinking, buying and selling, planting and building. ഇന്നും അതല്ലേ ഈ ഭൂമിയിൽ നടക്കുന്നത്. ആമേൻ. എല്ലാവരും ഭൗതിക ലോകപരമായ കാര്യങ്ങൾക്ക് വേണ്ടി വെമ്പൽ കൊള്ളുകയാണ്. എന്നാൽ ഒരു ന്യായവിധി ഉണ്ട്. ആമേൻ. ലോത്തിനെ പോലെ എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും എത്രയും വേഗം ലോത്ത് സോദോം പിടിച്ചു വെച്ചിരുന്നു, അല്ലേ? സോദോം നല്ല ചെഴിപ്പായ ഒരു സ്ഥലം, അത് വിടാൻ ലോത്തിന് മനസ്സില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ലോത്ത് സോദോം വിട്ട നാളിൽ അവിടെ ലോത്തിനെ മാത്രമാണ് പറയുന്നത്. കാരണം തൻ്റെ ഭാര്യയും തൻ്റെ പെൺമക്കളും തന്നോട് കൂടെ ഇറങ്ങി പുറപ്പെട്ടുവെങ്കിലും വഴിയിൽ വെച്ച് ഭാര്യ പൊതുണായിപ്പോയി, പിന്നോട്ട് തിരിഞ്ഞു.
പിന്തിരിഞ്ഞു നോക്കിയതുകൊണ്ട് ആമേൻ സ്തോത്ര ദൈവകോപം വെളിപ്പെട്ടു. 2 മക്കളും ആമേൻ ദൈവഭാഗത്ത് നിന്ന് അകന്നു മാറി. പക്ഷെ ലോത്ത് മാത്രം രക്ഷപ്പെട്ടു. പ്രൈസ് ലോർഡ്. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമക്കൾ, ഇവിടെ തൻ്റെ കുടുംബത്തെ ലോത്തിനെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. ലോത്ത് സോദോം വിട്ട നാളിൽ. പ്രൈസ് ലോർഡ്. പ്രിയ ദൈവമക്കളെ, ഇന്ന് കർത്താവ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു, ചിലത് നിങ്ങൾ വിടേണ്ടത് വിടണം. ആമേൻ. ഒരിക്കലും എന്നെ കൊണ്ട് ഇത് വിടുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് നാം മുറുകെ പിടിച്ച് വെച്ചിരിക്കുന്നതിനെ നാം വിട്ടണം. വിട്ടാൽ മാത്രമേ ജീവരക്ഷയ്ക്കായി ഓടി ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. അതിന് തൊട്ട് മുന്നേ വേറൊരു സംഭവം കാണുന്നു. 26-ാം വചനം, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ നാളിൽ ഉണ്ടാകും. ലോത്തിൻ്റെ കാലത്തിൽ സംഭവിച്ചതുപോലെ മാത്രമല്ല നോഹയുടെ കാലത്തിൽ സംഭവിച്ചത്. നോഹയുടെ കാലത്തിൽ എന്താ സംഭവിച്ചത്? നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ച് വിവാഹം കഴിച്ച് വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, അവരെല്ലാവരെയും മുടിച്ചു കളഞ്ഞു. അവിടെ ലോത്ത് സ്വതം വിട്ട നാളിൽ ന്യായവിധി ഉണ്ടായി. ഇവിടെ നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ ജനം തിന്നും കുടിച്ച് വിവാഹത്തിന് കൊടുത്തുമൊക്കെ പോന്നു. നോഹയും കുടുംബവും നോഹ പെട്ടകത്തിൽ കടന്ന നാൾ, അതിനുശേഷം അവിടെ ജലപ്രളയമുണ്ടായി, എല്ലാവരെയും നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ നാം എത്രയും വേഗം പെട്ടകത്തിൽ പ്രവേശിക്കേണ്ടത് അത്യാവശ്യമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവവചനം നാം അനുസരിച്ച് ആ രക്ഷയുടെ പെട്ടകത്തിലേക്ക് നാം കയറി കഴിഞ്ഞാൽ ഹല്ലേലൂയ, നമുക്ക് ആമേൻ സ്തോത്രം വരുവാൻ പോകുന്ന വലിയ നാശത്തിൽ നിന്ന് ആമേൻ രക്ഷ പ്രാപിക്കുവാനിടയായിത്തീരും. ഇവിടെ നോഹയും കുടുംബവും ആമേൻ തൻ്റെ 3 മക്കളും തൻ്റെ മരുമക്കളും തൻ്റെ ഭാര്യയും അവർ ഒരുമിച്ച് രക്ഷ പ്രാപിക്കുവാനിടയായിത്തീരുന്നു. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് കുടുംബമായി നാം രക്ഷിക്കപ്പെടണം? ഹല്ലേലൂയ. കുടുംബങ്ങളായി സ്നാനപ്പെടണം, കുടുംബങ്ങളായി മനസ്സാന്തരപ്പെട്ട് ആമേൻ അനുതാപ ഹൃദയത്തോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് മാനസാന്തരപ്പെട്ട് ആമേൻ ജലസ്നാനം സ്വീകരിച്ച് ആത്മസ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയപ്പെട്ട് ഈ ഭൂമിയിൽ വിശുദ്ധിയോടും വേർപാടോടും ജീവിച്ച് ആ യേശു കർത്താവ് വെളിപ്പെടുമ്പോൾ കുടുംബങ്ങളായി നാം ആമേൻ ഇവിടെ നിന്ന് ആമേൻ എടുക്കപ്പെടണം. എത്ര പേർ അത് ആഗ്രഹിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ ആമേൻ ചിലത് സംഭവിക്കും. എങ്ങനെ? നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ, ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ. അതുവരെ ഈ ജനങ്ങൾ അറിഞ്ഞില്ല. അവരോട് പറഞ്ഞിട്ടും അവർ അത് ഗ്രഹിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. അന്നാണ് അവർ ഗ്രഹിച്ചത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ നോഹയും ലോത്ത് വിടേണ്ടത് വിട്ടു. അപ്പോൾ അവിടെ ന്യായവിധി ഉണ്ടായി. നോഹ കടക്കേണ്ടതിനകത്തോട്ട് കടന്നു. ദൈവം പറഞ്ഞതുപോലെ ചെയ്തു. ആമേൻ. നോഹയും കുടുംബവും രക്ഷ പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ നമുക്കും ആമേൻ അതിനായി ഒരുങ്ങാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം. വചനപ്രകാരം ഞങ്ങളെ സമർപ്പിക്കുന്നു നാഥ. കർത്താവ് ഈ നാളുകളിൽ വിടേണ്ടത് വിട്ട് കർത്താവ് പ്രവേശിക്കേണ്ടതിനകത്ത് പ്രവേശിച്ച് യേശുവേ നിത്യരക്ഷ പ്രാപിക്കുവാൻ ദൈവം സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുക. ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാഥ, ഞങ്ങളങ്ങനെ വാഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു.